Hi everyone, Diju here. Welcome to Common Sense Economics. ഇന്ന് GST 2.0 വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അത് മാത്രമല്ല, ഇന്ന് സെപ്റ്റംബർ 22 GST 2.0 പ്രാബല്യത്തിൽ വരുന്ന ദിവസം കൂടിയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും GST 2.0 വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പായി എന്തുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും ഗവൺമെന്റ് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എസെൻഷ്യൽ സർവീസ് കാറ്റഗറിയിലായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് ഗവൺമെന്റിന്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047 എന്നാണ്. അതായത് 2047 ആകുമ്പോഴേക്കും എല്ലാവരിലേക്കും ഇൻഷുറൻസ് എത്തിക്കുക എന്നുള്ളത്. ഈ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ലൈഫ് ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും സീറോ GST അല്ലെങ്കിൽ എക്സംപ്റ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷയാണ് നമ്മളിവിടെ ഉറപ്പുവരുത്തുന്നത്. സാധാരണക്കാരന് ലൈഫ് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ ചിന്ത നമുക്ക് തൽക്കാലം മാറ്റിവെക്കാൻ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുക. കാരണം നമ്മുടെ കാലശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ സാമ്പത്തിക സുരക്ഷയോടുകൂടി ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം ലൈഫ് ഇൻഷുറൻസിലൂടെ. ഇനി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചോയ്സ് ഇല്ല. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ മെഡിക്കൽ കോസ്റ്റ് താങ്ങാവുന്നതിലധികമാണ്. എത്ര വലിയ സമ്പന്നനായിക്കൊള്ളട്ടെ, ഒരു അസുഖം മാത്രം മതി അയാളുടെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ 18% GST സ്ലാബിലായിരുന്നു ഉണ്ടായിരുന്നത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ഇപ്പോഴത് എക്സംപ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ സീറോ ടാക്സ് കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് 10,000 രൂപയുടെ പ്രീമിയം അടയ്ക്കേണ്ട ഒരു വ്യക്തി GST ഉൾപ്പെടെ 11,800 രൂപ അടയ്ക്കേണ്ടിയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് GST ഇല്ലാത്തതുകൊണ്ട് ഈ 18% കിഴിവ് കസ്റ്റമർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ പൂർണ്ണമായി 18% കിഴിവ് കസ്റ്റമർക്ക് ലഭിക്കുമോ? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അതായത് റെന്റ്, മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ, ഇൻഷുറൻസ് ഏജൻസിന് കൊടുക്കുന്ന കമ്മീഷൻ, ഇതിന് മുകളിലെല്ലാം ഇൻഷുറൻസ് കമ്പനി GST കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇത് ഇൻഷുറൻസ് കമ്പനിയെ ബാധിക്കില്ലായിരുന്നു. കാരണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന GSTയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം. ഇനി അങ്ങോട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യില്ല. കാരണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ GST കളക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓപ്പറേഷൻ കോസ്റ്റ് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബേസ് പ്രീമിയത്തിൽ ചെറിയൊരു വർധന പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇത് ഒരുപാടൊന്നും കൂടില്ല. കാരണം 3 to 6% നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രീമിയത്തിൽ 12 മുതൽ 15% വരെ കിഴിവ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. സോ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ബൈ ബൈ.